മെച്ചപ്പെട്ട ഫയൽ നമ്മുടെ ഗെയിമിലേക്കത്തോട്ട് സ്പൈഡർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഈ സ്പൈഡർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നത്, അതുപോലെ ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ GTA 5 മോഡ് സിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പക്ഷേ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് എന്താണ് ഇതുവരെ ആഡ് ചെയ്യാത്തത്, എന്താണ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തത്. ഇന്ന് അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ മാപ്പിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഈ മാപ്പിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞാൻ അതുപോലെ തന്നെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതെന്ന് ഇന്ന് വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതല്ല നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ പറയുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ സ്പൈഡർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് ശേഷമാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറും കാര്യങ്ങളും നമ്മുടെ പ്ലഗിൻ ആപ്പിനകത്തോട്ട് കൊണ്ടുവന്നത്. സാധാരണ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും അതുപോലെ ഓരോ ഐറ്റംസ് കാര്യങ്ങളും നമ്മൾ ആർജിഎസ് മെനുവിൻ്റെ അകത്ത് വെച്ചുകൊണ്ടായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഡെവലപ്പറിനോട് സംസാരിച്ച് ഡെവലപ്പറിന് അതിന് എല്ലാത്തിനും ഒരു വിശദീകരണം തന്നിട്ട് ഓക്കെ ആക്കി തന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് പ്ലഗിൻ ആപ്പിനകത്തോട്ട് തന്നെ ആഡ് ചെയ്ത് തരാമെന്ന് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്പൈഡർമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നമ്മുടെ പ്ലഗിൻ ആപ്പിനകത്തോട്ടായിരിക്കും ഇനിയും വരുന്ന അപ്ഡേറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വരുന്ന മിക്കുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലഗിൻ ആപ്പിനകത്തോട്ടായിരിക്കും ഇനി ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് നമ്മളോട് കമൻറ്റ് ചെയ്തതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പം എത്ര പേർക്ക് ഒരു ഈ പ്ലഗിൻ ആപ്പിനകത്തോട്ട് ക്യാരക്ടേഴ്സിനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ആർജിഎസ് മെനു വേണ്ട, ആർജിഎസ് മെനു വേണം എന്നൊക്കെ ഉള്ളവരുണ്ട്, ജസ്റ്റ് താഴെ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനാണ്. അതിനനുസരിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് നമ്മുടെ പ്ലഗിൻ ആപ്പിനകത്ത് കയറിയിട്ട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ സെലക്റ്റിൻ്റെ കോപ്പി ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വന്നതിന് ശേഷം നമ്മൾ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഈ ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കഴിയുന്നുണ്ട്. അപ്പോൾ ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുന്നതായിരിക്കും. പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5-10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫയലും കാര്യം ലോഡഡ് ആവുന്നതായിരിക്കും. ഫയൽ ലോഡഡ് ആയതിനു ശേഷം നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിനകത്തോട്ട് ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ P1 അടിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗെയിമിനകത്തോട്ട് ആ ആളും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ P1 അടിച്ചപ്പോൾ ആദ്യം വന്നില്ലായിരുന്നു. പിന്നെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് ആഡ് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഗെയിമിൻ്റെ അകത്തോട്ട് നമ്മുടെ സ്കെലിറ്റനും കാര്യങ്ങളൊക്കെ ആഡ് ആക്കുന്നത്. അപ്പോൾ ഇതേ രീതിയായിരിക്കും നമ്മുടെ സ്പൈഡർമാനും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നത്. അപ്പം ഇത് സ്പൈഡർമാനും കാര്യങ്ങളൊക്കെ ഈ കൊണ്ടുവരാനുള്ള റീസണും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പൈഡർമാനും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലഗിൻ ആപ്പിനകത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം കുറേ പേര് നമ്മളോട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ആർജിഎസ് ടൂളിനകത്ത് വെച്ചിട്ട് നമുക്ക് ആർജിഎസ് മെനുവിൻ്റെ അകത്ത് വെച്ചിട്ട് കുറേ പേർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ പേർക്ക് മനസ്സിലാവുന്നില്ല, പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പാടെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഫയൽ മാനേജറിൽ കയറി അതൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാട് വരുന്നുണ്ട്. അതാണ് നിങ്ങളെല്ലാവരും അതിനു വേണ്ടി കമൻറ്റ് കാര്യമാണ് ചെയ്യുന്നത് മാറ്റണമെന്ന്. അപ്പോൾ എന്തായാലും കുറേ പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആർജിഎസ് മെനുവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് വേറെ വഴി വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ ഇട്ട് തരാൻ പറ്റുമോ എന്നുള്ള രീതി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിന് വരുന്നുണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയാലും ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ഗെയിമിൻ്റെ സാധനം നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പം അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളും നമുക്ക് കുറച്ച് പാടാണ് കളയാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ. അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവരോടൊക്കെ സംസാരിച്ച് അവരുടെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്താലും നമുക്ക് അതിനുള്ള അനുസരിച്ചുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും നമ്മുടെ ഗെയിമിന് ഉൾപ്പെടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളോട് ഓരോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ പറയുമ്പം ഏതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ വെച്ചാൽ നിങ്ങളിപ്പോൾ പലവരും പലതായിരിക്കും വേണമെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലതും കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലതും ഒറ്റയടിക്കിന് എടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരുടെയും പെർമിഷനും കാര്യങ്ങളും നമുക്ക് കിട്ടാൻ കുറച്ച് താമസം കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീച്ചേഴ്സും കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ സ്മോൾ പ്ലെയറും കാര്യങ്ങളൊക്കെ ആക്കുന്ന ഫീച്ചറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. അത് ക്യാരക്ടേഴ്സിൽ ആകുമോ ഇല്ലയെന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സിനും കാര്യങ്ങളൊക്കെ സ്മോൾ ഫീച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതാണ്. നമ്മൾ ആർജിഎസ് ടൂൾ എടുത്തതിന് ശേഷം സ്മോൾ പ്ലെയർ നടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ കാര്യങ്ങളും സ്മോളും കാര്യങ്ങളൊക്കെ ആവുന്നതാണ്. അത് നമ്മുടെ ക്യാരമിനാറ്റി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ക്യാരമിനാറ്റിനകത്ത് നമുക്ക് സ്മോൾ പ്ലെയറും കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റുന്നതാണ്. കുറേ പേർക്ക് അതൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്ന അപ്ഡേറ്റ്സിലൊക്കെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി
വേണ്ടി നോക്കുന്നുമുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബിഗ്, ലാർജ്, നോർമൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആർജിസ്റ്റുള്ളത്. കാരണം നമ്മുടെ ക്യാരക്ടറിനെ വലുതാക്കാനും അതുപോലെ തന്നെ മീഡിയം സൈസ് ആക്കാനും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്മോൾ പ്ലെയറിന് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്താലേ അത് നോർമലായി വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു നോർമലിൻ്റെ ഒരു കമാൻഡ് കാര്യങ്ങളൊക്കെ നമുക്കിനി വരുന്ന അപ്ഡേറ്റ്സിലേക്ക് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റും കൂടി ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ആ കമൻറ്റിനനുസരിച്ച് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടുന്നതനുസരിച്ച് നമ്മളത് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. അപ്പം പ്ലഗിൻ ആപ്പ് ഇപ്പോൾ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വല്ലതും ഡിസഡ്വാൻറ്റേജ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കമൻറ്റ് കാര്യമായിട്ട് ചെയ്യുന്നതാണ്. അതും കൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പറിനോട് സംസാരിച്ച് അതുകൂടെ സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്യാരക്ടറാണ് നമ്മുടെ മങ്കീനെയും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫുൾ ടോട്ടൽ PM14 വരെയാണ് നമുക്ക് ഈ ഗെയിമിൻ്റെ അകത്തോട്ടുള്ളത്. PM14 വരെയാണ് നമ്മുടെ ഈ ആർജിസ്റ്റൂൾ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ പുതിയ ക്യാരക്ടറിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും നമ്മുടെ PM15 കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ PM15 എന്ന് പറഞ്ഞ് ഡയൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ക്യാരക്ടറും കാര്യങ്ങളും നമ്മുടെ സ്പൈഡർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും. അത് പക്ഷേ നമുക്ക് നിങ്ങൾ കമൻസിനനുസരിച്ച് മാത്രം നമുക്കത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വരുന്ന അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് സ്പൈഡർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും നമ്മുടെ പ്ലഗിൻ ആപ്പിനകത്ത് വേണമെന്ന് വല്ലവരും ഉണ്ടെങ്കിൽ പ്ലഗിൻ ആപ്പിനകത്തോട്ട് സ്പൈഡർമാൻ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് മാക്സിമം എത്രത്തോളം പേര് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം പേർക്ക് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ പറഞ്ഞില്ല നമ്മുടെ സ്മോൾ പ്ലെയറിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് ഫീച്ചറും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചവർക്ക് എല്ലാത്തിനുള്ള റിപ്ലൈ കാര്യങ്ങളാണ് ഞാനിവിടെ തന്നേക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടർ അടുത്ത് നമ്മൾ സ്മോൾ പ്ലെയറിൽ നിന്ന് കൊടുത്തപ്പോഴത്തേക്ക് സ്മോൾ പ്ലെയറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഹൾക്കിനും സൂപ്പർമാനും കാര്യങ്ങളൊക്കെ സ്മോളാക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ നമ്മുടെ സൂപ്പർമാൻ്റെ സ്മോൾ പ്ലെയറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഹൾക്കിൻ്റെ കാര്യങ്ങളൊക്കെ പവറും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ടോട്ടലി നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ടിപ്പം PM40 വരെയാണ് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ അത്രയും ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്ക് അത്രയും സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എന്താണ് റീസണും കൂടെ ഒന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്കത് ശരിയാക്കാൻ പറ്റില്ല നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം അതിന് വേണ്ടി കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഹൾക്കും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് നമ്മുടെ സൂപ്പർമാനും കാര്യങ്ങളൊക്കെയാണ് എടുക്കേണ്ടത്. അത് നമ്മളാണെങ്കിൽ PM11, PM12, PM13 അങ്ങനെ നമുക്ക് എടുക്കാനാണ്. അപ്പോൾ ഞാനിപ്പോൾ സൂപ്പർമാനും കാര്യങ്ങളും PM11 എന്ന് വെച്ച് അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സൂപ്പർമാനും കാര്യങ്ങളും. സൂപ്പർമാൻ ഇത്രയും വലുതായിട്ടാണ് നമുക്ക് ഇച്ചിരി പാടും കാര്യം വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് സ്മോൾ പ്ലെയറൊക്കെ കുറച്ചുകൂടി ഈസിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ലേസർ ഷീൽഡ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സൂപ്പർമാന്. അത് വെച്ചിട്ട് പൊട്ടിച്ചെറിക്കാൻ പറ്റുന്നതാണ്. ഫൈറ്റിൻ്റെ അവിടുത്തെ ഒരു ബട്ടനും കാര്യങ്ങളൊക്കെ നമുക്ക് ലേസറും കാര്യങ്ങളൊക്കെ ഓണായി വരുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ലേസറും കാര്യങ്ങളും നമ്മൾ സൂപ്പർമാൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്പൈഡർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും മാത്രമല്ല കൊണ്ടുവരാൻ നോക്കുന്നത്, അയൺമാൻ്റെയും വെനത്തിൻ്റെയും അതിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ഏത് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരണമെന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അനുസരിച്ചിട്ട് അത് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നോക്കാവുന്നതാണ്. അപ്പം എന്തായാലും മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. സൂപ്പർമാനാണോ വേണ്ടത്, അയൺമാനാണോ വേണ്ടത്, വെനമാണോ വേണ്ടത്, സ്പൈഡർമാനാണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് ഡിമാൻഡ് കാര്യങ്ങളും കൂടുന്നത് ഏതിനാണോ കൂടുതൽ കമൻറ്റ്സും കാര്യങ്ങളും വരുന്നത് അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനോട് നിങ്ങൾ മാക്സിമം അതിന് വേണ്ടി കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്കത് കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ അതിന് വേണ്ടി കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മളിവിടെ ഓരോ ക്യാരക്ടേഴ്സിനും നമ്മളിവിടെ സ്മോൾ പ്ലേയും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗെയിമിനകത്ത് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇനി വല്ലതും കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സും കാര്യങ്ങളും ഫീച്ചറും വല്ലതും അടിച്ചിട്ടൊന്നും വർക്ക് ആവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊന്ന് ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വരുന്ന അപ്ഡേറ്റ്സിലേക്ക് എന്തെങ്കിലും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഡെവലപ്പറിനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് നമുക്ക് ഇത്രയും 3 ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന അപ്ഡേറ്റ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്. 3 ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത് മാക്സിമം ആയിട്ട്. അപ്പം അത് ഏത് ക്യാരക്ടറിനെ വേണ്ടത് നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഒന്ന് സ്പൈഡർമാൻ്റെ ക്യാരക്ടർ, മറ്റൊന്ന് വെനത്തിൻ്റെ ക്യാരക്ടർ, പിന്നുള്ളത് അയൺമാൻ്റെ
വെനത്തിൻ്റെ ക്യാരക്ടർ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വെനത്തിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളും കാണിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മൾ കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ വെനത്തിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും നമുക്കിപ്പോഴും സെറ്റായിട്ടില്ല. കാരണം ഡെവലപ്പർ കാര്യങ്ങൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വെനത്തിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും. കാരണം വെനം എന്ന് വെച്ചാൽ നമുക്ക് NPC പ്ലേയിലോട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലുള്ള ഒരു ഏലിയനും കാര്യങ്ങളല്ല വെനം. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്പർ നോക്കുന്നുണ്ട്. ആ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഡെവലപ്പർ നോക്കുന്നത്. അതെന്തായാലും മൊത്തത്തിൽ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ പറ്റിയിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ പേർക്ക് ഇപ്പോഴും ഡൗട്ടായിട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ GTA 5ൻ്റെ സിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതുവരെ നിങ്ങൾ ലിങ്കും കാര്യങ്ങളും എന്താ ഇടാത്തതെന്ന് കുറേ പേർക്ക് ഇപ്പോൾ ഡൗട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റീസണും കാര്യമാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഇതിന് മാത്രം വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ആദ്യം തന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് RGS മെനുവിൻ്റെ അകത്ത് വെച്ച് നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഒരു സാധനം കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ലിങ്ക് നമുക്ക് RGS മെനുവായിട്ട് ലിങ്കായിട്ടേ കിട്ടത്തുള്ളൂ. അത് നമുക്കൊന്നും ഇനി മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഡെവലപ്പറോട് സംസാരിച്ചപ്പോൾ ഡെവലപ്പറിന് ഇനി അത് മാറ്റണമെങ്കിൽ കുറച്ച് റിസ്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് RGS മെനുവിൻ്റെ അകത്ത് വെച്ച് ലോഡ് ചെയ്തിട്ട് നമ്മൾ ഫയലിനകത്ത് കയറി അതിൻ്റെ ഫയലും കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് കൊടുത്താലേ നമുക്ക് സെലക്ട് ആകത്തുള്ളൂ നമ്മുടെ RGS മെനുവും കാര്യങ്ങളൊക്കെ. അപ്പം ആദ്യം സെലക്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിം ഒന്ന് ക്രാഷ് ആവുന്നതായിരിക്കും. ക്രാഷ് ആയതിന് ശേഷം തിരിച്ച് റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. റീസ്റ്റാർട്ട് നമ്മൾ കയറി നമ്മുടെ ആണെങ്കിൽ GTA 5ൻ്റെ മോഡിൻ്റെ അകത്തോട്ടായിരിക്കും നമുക്ക് വരുന്നത്. മോഡ് സിറ്റി കാര്യങ്ങളിലകത്തോട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. ഇപ്പം നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് എയർപോർട്ട് വരെ പോകാനുള്ള ഓപ്ഷനും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള ഡെവലപ്പറും കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടിൻ്റെ അടുത്തതിന് ശേഷം ഇവിടുന്ന് നേരെ നമ്മൾ പോയി എയർപോർട്ടിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും എത്തുന്നത്. എയർപോർട്ടും വൈറ്റ് ഹൗസും കാര്യങ്ങളും നമുക്കിപ്പോൾ ആഡായിട്ടുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊന്നും ആഡാക്കിയിട്ടില്ല. ബാക്കിയുള്ള മാപ്പും കാര്യങ്ങളും ഇനി ആഡാക്കാനുണ്ട്. അതുപോലെ തന്നെ നേരെ ഇനിയും പോകുന്ന നമ്മുടെ മുതുക്ക് എന്നൊക്കെ പറയുന്ന മുതുക്ക് പാർക്കിംഗ് സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ഗ്യാരേജ് ഉണ്ട്. ആ ഗ്യാരേജിലൊന്നും നമുക്കൊന്നും പണി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കിനി ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ മാപ്സ് ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ NPC പ്ലേയേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. ട്രാഫിക് ലൈറ്റ്സ് റൂൾസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പം EMSൻ്റെ കുറച്ച് മറ്റേ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇനിയും ആഡ് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡെവലപ്പറിൻ്റെ അതിന് ലിങ്കും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ബീറ്റ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരോട് ഇപ്പം ഞാൻ ഓടിക്കും ഇത്രയും സ്ഥലങ്ങളിലെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് മാത്രം മതി. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് റൈഡ് ചെയ്യണം, ഒന്ന് നോക്കണം, എങ്ങനെ ഉണ്ടെന്ന് നോക്കണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതിന് കുറച്ച് ഡിമാൻഡ്സും കാര്യങ്ങളും വേണ്ടി വരും. അപ്പം അതെന്തായാലും മാക്സിമം എത്രത്തോളം പേർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേർക്ക് മാക്സിമം കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബീറ്റ വെർഷന് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും തരുന്നതായിരിക്കും. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫുൾ വെർഷൻ്റെ ലിങ്കും കാര്യങ്ങളും ഇടുന്നതായിരിക്കും. ഫുൾ വെർഷൻ എന്ന് പറയുമ്പം നമ്മുടെ GTA 5ൽ എത്ര സാധനങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം വെച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പർ കാര്യം തരുന്നതായിരിക്കും. അപ്പം ഇതിനൊക്കെ കുറച്ച് കോപ്പി റൈറ്റ്സ് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് ചില ഐറ്റംസിൻ്റെ കാര്യത്തിനൊക്കെ. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ GTA 5 എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യാൻ പറയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ GTA 5ൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ സ്റ്റില്ലായിട്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം അത് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെവലപ്പർ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് ലിങ്ക്സും കാര്യങ്ങളും മോഡിൻ്റെ പിക്ചേഴ്സും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ കിട്ടിയതിന് ശേഷം നമ്മൾ ഗൂഗിൾ ഡ്രൈവിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ലിങ്കും കാര്യങ്ങളും. അപ്പം ഈ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനും അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പ് ചാനലിൽ കയറി ജോയിൻ ചെയ്യേണ്ടതാണ്. വാട്സപ്പ് ചാനലായിരിക്കും ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ പെട്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതിനുശേഷമായിരിക്കും ഞാൻ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ വാട്സപ്പ് ചാനലിൽ കയറി ജോയിൻ ചെയ്യാൻ മതി. ഇനി വാട്സപ്പ് ചാനലിൽ ലിങ്കും കാര്യങ്ങളും എവിടെ കിടക്കുന്നത് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ അവിടെ കയറി നിങ്ങൾക്ക് ബാക്കിയുള്ള എൻ്റെ ലിങ്ക്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിലെ ലിങ്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ കയറി ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മളാണെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സിൻ്റെ ഫോട്ടോസ്, ലീക്സ്, ലിങ്ക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഇടുന്നത് നമ്മുടെ വാട്സപ്പ് ചാനലായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഐറ്റംസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. മാപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് 2 സൈസിലെ മാപ്പ് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dക്കകത്തിലെ മാപ്പ് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ GTA 5ൻ്റെ മോഡിൻ്റെ സിറ്റിയിൽ അവിടുത്തെ മാപ്പ് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിന് 2 രീതിയിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. ഒന്ന് നമുക്ക് ഗെയിമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ നമുക്ക് സൈഡിലായിട്ട് ഒരെണ്ണം കൊണ്ടുവരുന്നുണ്ട്. അത് GTA 5 മോഡിൻ്റെ ആയിരിക്കും കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ നമുക്കാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അകത്തായിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഫോണിൻ്റെ അകത്ത് നമുക്കാണെങ്കിൽ
ഇവിടെ ഈ ലൊക്കേഷൻ്റെ ഒരു മാർക്ക് ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ റിമൂവ് ചെയ്തായിരുന്നു. ഇനി നമുക്കത് കൊണ്ടുവരുന്നുണ്ടായിരിക്കും, നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും വരുന്ന അപ്ഡേറ്റ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് വേണമെന്നൊക്കെ ഉള്ളവരുണ്ട്, ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുന്നതാണ്. ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ ഈ ഇന്ത്യൻ ബൈക്ക് 3Dയുടെ സിറ്റിക്കകത്തിലെ മാപ്പും കാര്യങ്ങളും വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ GTA 5 മോഡും കാര്യങ്ങളുടെയൊക്കെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് മാക്സിമം നിങ്ങൾ എത്രത്തോളം പേര് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ സ്പീഡപ്പ് ആക്കി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ കൂടി കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതാണ് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം മോസ്റ്റ് ആയിട്ട് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താലും മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും. എന്തായാലും ഇതിൻ്റെയൊക്കെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്തിലേക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. മിക്കവാറും GTA ഫുള്ളായിട്ടുള്ള വേർഷനും കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് മന്തോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമോ കിട്ടത്തുള്ളായിരിക്കും. എന്ന് വെച്ചാൽ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് മേ ബി. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഫുള്ള് ഫിനിഷ് ആയിട്ടില്ല. നമ്മുടെ GTA 5 കുറച്ച് വേർഷൻ കാരണം കുറച്ച് സ്ഥലങ്ങൾ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും നമുക്ക് ഇതുവരെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ഡിലേ ആക്കുമെന്ന് പറഞ്ഞത്. കാരണം എല്ലാം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തായാലും നിങ്ങളോട് പറഞ്ഞ് പറ്റിക്കുന്നതല്ല, നിങ്ങൾ ഇത്രയും കാണിച്ചു തന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എപ്പോഴും പറയുന്നത്. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ഒരു GTA 5 കളിക്കുന്നവർക്ക് അല്ലെങ്കിൽ GTA 5 സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ഇത്രയുമല്ല GTA 5 ഉള്ളത്. GTA 5 മാപ്പും കാര്യങ്ങളും ഇത്രയുമല്ല ഉള്ളത്, ഇനിയും ഉണ്ടെന്ന് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും. എന്തായാലും അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ GTA 5 കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. കാണിച്ചു തന്നതിന് ശേഷം നമ്മുടെ ഗെയിമിനകത്തോട്ട് കൊണ്ടുവരുമ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ട്, നമ്മളത് ഡീറ്റെയിൽ നിങ്ങൾ മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വല്ലതും വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതോടെ ഒന്ന് കമ്പയർ ചെയ്തൊന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതുകൂടെ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ വരുന്ന അപ്ഡേറ്റ്സിലേക്ക് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും കുറച്ച് കാർസും ബൈക്സും കാര്യങ്ങളും വരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്കോട്ട് വരുന്നുണ്ട്. പോലീസ് ബൈക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട്. നമ്മുടെ GTA 5 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ബൈക്ക് 3Dയിലും വരാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ പുതിയ സ്റ്റേഷനും കാര്യങ്ങളും. അതുപോലെ തന്നെ മാപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ആക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്രോപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ നമ്മൾ ക്യാമറ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന അപ്ഡേറ്റ്സിലേക്ക് നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെ ഐറ്റംസുകളാണ്. കാരണം അതിൻ്റെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആകുന്നത്. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തീർത്ത് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ചിലതിൻ്റെയൊക്കെ പെട്ടെന്ന് നമ്മൾ തന്നെ ഫോണിൽ തന്നെ വാട്സപ്പ് ചാനലിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് കാണുന്നവരെ സീ യു ദെൻ ബൈ.